ആലങ്കോടിനും മണനാക്കിനും മധ്യേ തൊപ്പിച്ചന്ത ജംഗ്ഷനിൽ ഡിജിറ്റൽ സേവാ കേന്ദ്രം പുതിയതായി തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ചെയർമാൻ ചന്ദ്രികയാണ്. ചന്ദ്രിക ചിറയൻകീഴ് ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. ഇവരുടെ സേവനം കൊണ്ട് തുച്ഛമായ കാലം കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ നടത്തി പേരും പെരുമയും എടുത്ത ഒരു ഏക സ്ഥാപനമാണ് ഈ ഡിജിറ്റൽ സേവാ കേന്ദ്രം. എല്ലാവരുടെയും ഉത്തരവാദിത്വത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ക്ഷേമനിധി മുതൽ മറ്റ് വില്ലേജുകളിലുള്ള എല്ലാവിധ ഒന്നും മാറ്റിവെക്കാനില്ല എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാം വൃത്തിയായി സത്യസന്ധതയോട് നടത്തി കൊടുക്കുന്ന ഈ സേവാകേന്ദ്രം പ്രവർത്തിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്യാമറാമാൻ ബിബിനോടൊപ്പം തൊപ്പിച്ചന്തയിൽ നിന്നും ആലം വാർത്തയ്ക്ക് വേണ്ടി കാലാങ്കുളം ജമാൽ. ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് പോകും. എന്തെങ്കിലും പ്രശ്നമാവും. എന്നെ കൂടെ എടുത്തോളണം. എന്നെ കൂടെ എടുത്തോളണം. ഡിജിറ്റൽ സേവാ കേന്ദ്രം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ആറ്റിങ്ങൽ ഡോക്ടർ അജിത് കുമാർ അവർകൾ നിർവഹിച്ചു. കൂടെ മണനാക്ക് ഷഹാബ്ദീൻ, പെരുങ്കുളം ഷിറാസ്, ശ്രീരംഗൻ, കടക്കാവൂർ അശോകൻ, പാലാങ്കുളം ജമാൽ, ഫസലുദ്ദീൻ, അശോകൻ, റിച്ച് ബാബു, ആലങ്കോട് സഫീർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അൻസർ, ആശ, അണ്ണാച്ചി അബ്ദുൽസലാം, മുൻ ബ്ലോക്ക് മെമ്പർ അബ്ദുൽസലാം, നിലയ്ക്കാമുക്ക് സലീം, തൊപ്പിച്ചന്ത നാസർ, വാർഡ് മെമ്പർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാരും ഒന്ന് ഇതിന് പിടിച്ചോളേ. ഞാൻ വെള്ളത്തിൽ ഇത്ര ഉള്ളതേ കിട്ടിയുള്ളൂ. എല്ലാരും ഒന്ന് ഇതിലോട്ട് നമ്മുടെ സേവന കേന്ദ്രത്തിനുണ്ടാകണം. മെമ്പറാണ് നമ്മളെ ഈ
ശ്രീരംഗം വന്നോളൂ. കത്തിച്ചോ? നേതാക്കന്മാരെ മാത്രം ഇവിടുത്തെ നാട്ടുകാരാണ് വിളിക്കാം നാട്ടുകാരാണ് അറിയിക്കാനുള്ളത് ഉദ്ഘാടനത്തിന് ശേഷം പലവിധ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. സുരേഷ് ഇറങ്ങണില്ലേ? ഉണ്ടേ ഇങ്ങോട്ട് നോക്ക്. ഇന്നലെ രാത്രി നമ്മളിവിടെ കൃത്യസമയമായി തിന്നാറായപ്പോ വന്നു ഒരു സൈഡിലൂടെ എടുക്കണം. പക്ഷേ ഇതാരുടെ ബിൽഡിംഗ് ഓണറാ? അതൊക്കെ അങ്ങനെ പറഞ്ഞു. ആ ഫാനൊക്കെ ഓഫ് ചെയ്തേ അതിന് മനസ്സിനെ കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല ഇല്ല, ഇവരെയും കൂടെ എടുത്തോട്ട്. നീ കത്തിച്ചോളല്ലേ. ആ ചേട്ടാ ആ ചേട്ടൻ നീ ഇങ്ങോട്ട് ഇങ്ങോട്ട്. അതാണ് ഇതൊക്കെ കർമ്മ രണ്ടാമതായി. ഒന്നര ദിവസങ്ങളായി ഞാൻ എടുത്തില്ല. ഉമ്മൻചാണ്ടിയുടെ പണം കൂടെ വയ്ക്കണം. ഇപ്പം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഉണ്ടോ? ഇവിടെ എല്ലാം ഒന്ന് ഫ്രീ. ചന്ദ്രിക എന്നല്ലേ പേര്? നിങ്ങളല്ലേ ഇവിടെ ചിറയൻകീഴ് ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചത്? അതെ. ഇപ്പം എന്താണ് നിങ്ങൾ ഇവിടെ ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങാൻ ഇത് പുതിയതായിട്ട് തുടങ്ങിയതാണോ അതേ മറ്റെവിടെയെങ്കിലും നടത്തിയതാണോ? എന്താണ് നിങ്ങളുടെ ഈ ഇന്നത്തെ ഈ ഇത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നുണ്ട്, അതിനോടനുബന്ധിച്ച് ഇതെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളല്ലേ ഇതിൻ്റെ ചെയർമാൻ? ആ 2012 തുടങ്ങിയതാണ്. ഇത്രയും വർഷമായി അവിടെ റേഡിയോ പാർക്കിൻ്റെ അവിടെ എനിക്ക് ഓഫീസ്. റേഡിയോ പാർക്ക് എന്ന് പറഞ്ഞാൽ കല്ലൂർക്കണം. അവിടെ ഓഫീസുണ്ട്, നിലവിലും ഉണ്ട്. ഒന്ന് ഇവിടെ എനിക്കൊരു ഓഫീസ് തുടങ്ങണമെന്ന് തോന്നി. എല്ലാവരും കുറേ ആൾക്കാരൊക്കെ പറഞ്ഞത് ഇങ്ങോട്ട് വരണം. അങ്ങനെ ഒന്ന് പെട്ടെന്നൊരു ഓഫീസ് ക്ലിയറാക്കി ഇവിടെ ഒരു കസേര എടുത്ത് ഇതെങ്ങനെയാണ് ഇത്? ഡിജിറ്റൽ സേവാ കേന്ദ്രം, ഡിജിറ്റൽ ക്യാഷ് ആധാർ വെച്ച് മസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. നമ്മൾ അവരൊക്കെ കയ്യിൽ ക്യാഷ് ബാങ്കിൻ്റെയാണ്, യൂണിയൻ ബാങ്കിൻ്റെ BC ആണ്, പിന്നെ CSCയുടെ BLA ആണ്. അപ്പം അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് പരീക്ഷ എഴുതി കിട്ടിയതാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ CSC സെൻ്റർ. അപ്പോൾ എത്ര വർഷം കൊണ്ട് ഇരിക്കണം എന്ന് പറഞ്ഞത്? എത്ര? 16 വർഷമായി ഇവിടെ ഓഫീസിലും അവിടെ ഉണ്ട്. ഇത് എപ്പോഴാണ് ഉദ്ഘാടനം നടക്കുന്നത്? ഉദ്ഘാടനം 9 തൊട്ട് 9:45 വെച്ചാണ് ഉദ്ഘാടനം. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും അർപ്പിക്കും. സഹകരിക്കണം എല്ലാവരുമായിട്ട്. എല്ലാവിധ ഭാവങ്ങളും അർപ്പിക്കും. ആലം വാർത്ത. അങ്ങോട്ട് 16 വർഷം ഉദ്ഘാടനത്തിലാണ് ഏക വ്യക്തിയാണ്. പ്രകാശനൊക്കെ കളഞ്ഞിട്ട് വന്നില്ല. അന്ന് അങ്ങനെയാണെന്ന് യഥാർത്ഥത്തിൽ
നമ്മളെ സെക്രട്ടറിയേറ്റ് അദ്ദേഹം തിരഞ്ഞെടുത്ത നമ്മളെ പഞ്ചായത്ത് എവിടെയാണെന്നൊന്നും അറിയാം. ഞാൻ വിളിച്ചെത്തി ഇതാണ് പഞ്ചായത്ത് മെമ്പർ.